ബ്രസീലിയൻ നാഷണൽ ടീമിലേക്ക് നെയ്മർ ജൂനിയർ എത്തിയിട്ടില്ല. ആരും നെയ്മറിനെ സെലക്ട് ചെയ്യാത്ത കാര്യങ്ങളല്ല നമ്മളെ വീഡിയോസ് ആക്കി ചെയ്തിട്ടുള്ളതാണ്. അപ്പോ സത്യം പറഞ്ഞ റാഫിന ഇതിനെപ്പറ്റി പുള്ളിക്കാരൻ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നെയ്മർ ആ ടീമിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കവെയാണ് നെയ്മർ ജൂനിയറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റാഫിന ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. റാഫിന പറഞ്ഞത് എന്താന്ന് വെച്ചാൽ വേൾഡ് കപ്പിന് നെയ്മർ അവിടെ വേണം, നെയ്മറിന്റെ ക്വാളിറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ നെയ്മർ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം തുടങ്ങിയ നെയ്മറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റാഫീന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേറ്റവും ക്രൂഷ്യലായ ഒരു ഡിസിഷൻ എടുക്കേണ്ടത് നമ്മുടെ ബ്രസീലിന്റെ നാഷണൽ ടീമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ കാർലോ അൻസെലോട്ടി വന്നതിന് ശേഷമാണ് നെയ്മർ ഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോലും നെയ്മറിനെ പുറത്താക്കുന്ന, അല്ലെങ്കിൽ നെയ്മർ പൂർണ്ണമായിട്ട് ഫിറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഫ്രണ്ട്ലി മത്സരങ്ങളാകുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ ഇനി വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു വേൾഡ് കപ്പിന് നെയ്മറിനെ എടുത്തിട്ടില്ലെങ്കിൽ അത് എന്താണ് മൊത്തത്തിൽ ബ്രസീലിന്റെ പ്ലേയേഴ്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും നെയ്മർ അവിടെ വേണം എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു നെയ്മറിനെ നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു നെയ്മർ ടീമിലെടുക്കാൻ. അപ്പോൾ നെയ്മറിനെ ടീമിൽ എടുത്തില്ല കാർലോ അൻസെലോട്ടി. ഒരു എന്താ പറയുക, ആരാധകരെ വളരെയധികം നിരാശപ്പെടുത്തിയുള്ള തീരുമാനം. അപ്പൊ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് റാഫിനെയും പങ്കുവെക്കുന്നത്. ആദ്യം നെയ്മർ വേൾഡ് കപ്പിൽ വേണം, അതുപോലെ തന്നെ ടീമിന്റെ ഭാഗമായിട്ട് എപ്പോഴും നെയ്മർ വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് റാഫിനെ പൂർണ്ണമായിട്ട് നെയ്മറിനെ പിന്തുണച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ആ ഒരു പ്ലെയർ തന്നിട്ടുള്ളത്.